മലയാള സിനിമയുടെ ഒരു വലിയ ശാപമായിരുന്നല്ലോ തിയേറ്ററിൽ കൂവല്, അനാവശ്യമായ കൂവല്. എനിക്കത് സൈലൻസ് സിനിമയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പലപ്പോഴും. ഇപ്പം പല സിനിമകളിലും ത്രൂ ഔട്ട് മ്യൂസിക്കാണ്, ഭയങ്കരമായിട്ട് മ്യൂസിക് ഓവർഡൂ ചെയ്തതായിട്ടാണ് പല സിനിമകൾ കാണുന്നത്. വിവാദം എന്ന് ഉദ്ദേശിച്ചതാണ്. ഓരോ സമയത്ത് ഓരോ വിവാദങ്ങളല്ലേ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, RSSകാരൻ അല്ല BJPക്കാരനാണ്. അതല്ലല്ലോ രാഷ്ട്രീയം. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഒരു സിനിമാ താരമുണ്ടല്ലോ, മന്ത്രിയായിട്ടുള്ള സിനിമാ താരം, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, പ്രജ എന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ എനിക്കൊരു വിഷമില്ല. വോട്ട് ചെയ്ത പൗരന്മാരോട് പ്രജ, പൗരന്മാരോട് പ്രജ എന്ന് വിളിക്കുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ പറ്റില്ല. 50ഓളം സിനിമ അല്ലേ? 48 സിനിമ. ഇതിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ സിനിമ ഏതായിരിക്കും? ഓരോ സിനിമകൾക്കും അതിൻ്റെതായ രീതിയിലുള്ള വെല്ലുവിളികളുണ്ടാവും. പിന്നെ ഞാൻ ഏറ്റവും ചെയ്തതിൽ എനിക്കൊരു തോന്നിയ 2 സിനിമകൾ, രണ്ടും ബയോപിക്കാണ്. ഒന്ന് സെല്ലുലോയിഡ്, ജെസ്സി ഡാനിയലിനെ കുറിച്ചുള്ള സിനിമ ചെയ്യുമ്പോൾ, ജെസ്സി ഡാനിയലിനെ കുറിച്ച് ആർക്കും അറിയില്ല. ജെസ്സി ഡാനിയൽ അവാർഡ് ഇങ്ങനെ സിനിമാക്കാർ പോലും കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എന്താണ് ജെസ്സി ഡാനിയൽ അവാർഡ് എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ആരാണ് ജെസ്സി ഡാനിയൽ എന്ന് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും പറയുമ്പോൾ അതെന്താണ് അങ്ങനെ എന്നൊക്കെ, ജെസ്സി ഡാനിയലിന് അത്ര കഥയുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും പിന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട്. അത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാമൂഹ്യ അന്തരീക്ഷം, അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പുള്ളി തയ്യാറായ ഒരവസ്ഥ, സ്വന്തം പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ട് ആ പണം കൊണ്ടാണ് പുള്ളി സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടാക്കി, എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചിട്ടാണ് ആ സിനിമ ഉണ്ടാക്കിയത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ആ സിനിമയെ കൂടി അറിയാലോ, ദുരന്തമായി മാറി. അന്ന് നായികയെ കിട്ടാണ്ട് ഇദ്ദേഹം ബോംബെയിൽ നിന്ന് ഒരു പെണ്ണെ കൊണ്ടുവന്നിട്ട് അവർ ജാടയെ കാണിച്ച് പോയി കഴിഞ്ഞപ്പോൾ, അന്നും ഇങ്ങനെ ജാട കാണിക്കുന്ന താരങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോയി. അതിനുശേഷമാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന്, അന്ന് തിരുവിതാംകൂറാണല്ലോ, തിരുവിതാംകൂറിൽ നിന്ന് നായികമാരെ കിട്ടാണ്ട് ഈ സവർണ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ദളിത് സ്ത്രീയായിട്ടുള്ള PK റോസിനെ കൊണ്ടുവന്നു. അത് അദ്ദേഹം കാണിച്ചൊരു വലിയ വിപ്ലവമാണ്. ഇന്ന് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ വലിയ വിപ്ലവമാണല്ലോ അദ്ദേഹം കാണിച്ചത്. കാരണം ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ദളിതരെ അയിത്തം ഉണ്ടായിട്ട് മാറ്റി നിർത്തുന്ന ഉള്ളൊരു സമൂഹത്തിലാണ് അത് അദ്ദേഹം അങ്ങനൊരു. അതിന് കാരണം വെച്ചാൽ അദ്ദേഹം നാടാരുമായിരുന്നു. ആ നാടാർമാരെയും ഈ സവർണരെയും മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സത്യത്തിൽ PK റോസിയെ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. PK റോസി എത്രമാത്രം ദുരന്തമായിരുന്നു അവരുടെ ഒരു ജീവിതം നമുക്കറിയാം. ഒറ്റ സിനിമയിൽ അഭിനയിച്ച് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് അവരെ അടിച്ചോടിച്ച്. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ സിനിമയും. അപ്പോൾ ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞത് വലിയൊരു ചാലഞ്ചാണല്ലോ. അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് ഒരു തിരക്കഥാകൃത്തിനെ ഏൽപ്പിക്കാം ആണ് ചെയ്യുക ഒരു ഡയറക്ടർ. അപ്പം ഞാനത് ആദ്യം ആലോചിച്ചിരുന്നു ആരെക്കൊണ്ട് എഴുതി. കാരണം അപ്പം എൻ്റെ കൂടെയൊക്കെ സഹകരിക്കുന്നവർ ചിലപ്പോൾ അതിലേക്ക് അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാകും. അപ്പം ഞാനത് സ്വയം എഴുതാനായിട്ട് തീരുമാനം. ഒരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു MT സാറിൻ്റെ അടുത്തൊന്ന് പോയാലോ, സാറിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ, സാർ എനിക്ക് എഴുതി തരികയാണെങ്കിൽ നല്ലതായിരുന്നു. ചിലപ്പോൾ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാനും നടക്കുമായിരുന്നു. കാരണം ഞാനത് പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒന്നത് MT സാറൊന്ന് തിരക്കാണ്. പിന്നെ MT സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഈ കഥ ചെയ്ത് തരണം, സ്ക്രിപ്റ്റ് എഴുതി തരണമെന്ന് ഞാനങ്ങനെ പറയും എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയില്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ MT സാറിൻ്റെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ റിലീസായിട്ടില്ല. ഈ ജെസ്സി ഡാനിയലിൻ്റെ കഥ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ആ നഷ്ടനായിക എന്ന് പറഞ്ഞിട്ട് വിനോദ് ബ്രാഹ്മിൻ്റെ ഒരു നോവല് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ PK റോസിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതിയ പുസ്തകം, അത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് നല്ലൊരു അറ്റംപ്റ്റാണ്. എന്നോട് പുള്ളി പറഞ്ഞതാണ് നല്ലൊരു അറ്റംപ്റ്റാണ്, അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട് കമൽ കാണിച്ച ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ കാണുമോ. പിന്നീട് ഒരിക്കൽ ഞാൻ റിലീസ് ചെയ്തു, അവാർഡൊക്കെ കിട്ടി, എനിക്ക് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡൊക്കെ കിട്ടിയത്. അതിനുശേഷം തുഞ്ചൻ പറമ്പിൻ്റെ ഒരു പരിപാടിക്ക് MT സാറ് ഇവിടെ ഞാൻ ചെന്നു. അപ്പോൾ MT സാർ എന്നോട് പറഞ്ഞു, പടം റിലീസ് ചെയ്തിട്ട് 5-6 മാസം കഴിഞ്ഞിട്ട്, കമലെ സെല്ലുലോയിഡ് എനിക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നൊരു സിനിമ അതാണ് മലയാളത്തിൽ ഈ അടുത്ത് വന്നത്. എനിക്ക് കാരണം ജെസ്സി ഡാനിയലിനെ കുറിച്ചുള്ള അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് കാണണമെന്ന്. അപ്പോൾ സാർ എൻ്റെ അതിൻ്റെ DVD ഉണ്ട്, ഞാനത് എത്തിക്കാം, സാറിത് കാണും. ഞാൻ തുഞ്ചൻ പറമ്പിലേക്ക് കൊടുത്തയച്ചു, സാറത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ആ സിനിമ എനിക്ക് ശരിക്കും വെല്ലുവിളി. അതുപോലെ തന്നെയാണ് ആമി ചെയ്യുന്ന സമയത്ത് മാധവക്കുട്ടിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ ഇതേ വെല്ലുവിളി ഞാൻ ആരെക്കൊണ്ട് എഴുതിക്കും, ഞാൻ തന്നെ എഴുതണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ വിചാരിച്ചു വേറെ ആരും എഴുതുന്നതിനേക്കാളും നല്ലത് എൻ്റെ മനസ്സിലൂടെ തന്നെ ആ സിനിമ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എഴുതാൻ തീരുമാനിച്ചത്. അതും സമയത്ത് ഞാൻ MT സാറ്, അത് അപ്പോഴല്ല, പടം റിലീസായതിന് ശേഷം വിവാദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു.
അതിനുശേഷം എം ടി സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എം ടി സാർ ഇതേപോലെ എന്നോട് പറഞ്ഞു, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായാലും അങ്ങനെ ഒരു അറ്റംപ്റ്റിന് കമൽ ശ്രമിച്ചതിന് കൊള്ളാം എന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അപ്പം ആ രണ്ട് സിനിമകൾ എന്നെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യമുള്ളതാണ്. മറ്റതൊക്കെ നമ്മളൊരു കഥാകൃത്തിൻ്റെ ഒപ്പം ഇരുന്ന് കഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ കഥാകൃത്ത് കൊണ്ടുവരുന്ന കഥ നമ്മൾ വർക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന സിനിമകളാണ്. അല്ലാണ്ട് ഞാൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ മേഘമൽഹാറും പിന്നെ കറുത്ത പക്ഷികൾ, അങ്ങനെയൊക്കെയുള്ള ഞാൻ തന്നെ തിരക്കഥ എഴുതിയിട്ട് മിനാമിനിക്കൂട്ടൊക്കെ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഘട്ടത്തിൽ അങ്ങോട്ട് എഴുതുന്നതാണ്. മേഘമൽഹാർ എഴുതാൻ നിർബന്ധിതനായിട്ട് അങ്ങനെ എഴുതിപ്പോയി. പിന്നെ അത് എനിക്ക് തിരക്കഥയ്ക്ക് അവാർഡൊക്കെ കിട്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം തിരക്കഥ എഴുതുന്നതും ഒരു തിരക്കഥാകൃത്തിൻ്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. തിരക്കഥയുടെ ഒരു കാലഘട്ടമാണ്, ഒരു പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഘട്ടം. അതുപോലെ തന്നെ പാട്ടുണ്ടാക്കുന്ന ഒരു ഘട്ടം. ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലുള്ള സിനിമ എടുക്കാൻ പറ്റുമോ, ശരിയാവുമോ, പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പോൾ ക്ലൈമറ്റ് പോലും നമ്മളെ ബാധിക്കും. ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഒരു ആർട്ടിസ്റ്റ് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ടെൻഷൻ. അതെ, ടെൻഷൻ ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് സമയത്തൊക്കെയാണ് നമ്മൾ ഈ ടെൻഷൻ ഒഴിയുന്നത്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അല്ല, നമ്മൾ ലൊക്കേഷൻ ചിലപ്പോൾ കാണാറുണ്ട് കമൽ ഇങ്ങനെ ചിലപ്പോൾ തലമുടി ഇങ്ങനെ അതിട്ടൊരു ഹാബിറ്റാണ് മുടി ഭാഗമായിട്ട് അങ്ങനെ വരുന്നത്. ശരി, ഈ രണ്ടുപേരും ജീവിച്ചിരുന്ന വ്യക്തികളായതുകൊണ്ട് ധാരാളം വിമർശനങ്ങൾക്ക് സാധ്യതയുള്ള, അത്തരം വളരെ ക്രൂരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമീൽ ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അത് പ്രധാനമായിട്ട് അന്ന് വിദ്യാബാലനായിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത്. അവർ മാറി മഞ്ജു വാര്യർ വന്നു കഴിഞ്ഞപ്പോൾ മഞ്ജുവിനെ ഭയങ്കരമായിട്ട് ഡീമോറലൈസ് ചെയ്യാൻ കുറച്ച് ഉണ്ടായിരുന്നു. മഞ്ജു അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്താനായിട്ട് ഒരുപാട് പല കോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ജയസിലാലിൻ്റെ സമയത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ജയസിലാലിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയ വിവാദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വിവാദം. ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വിവാദമായിരുന്നു. പക്ഷെ അത് ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്നുണ്ടായ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, മറ്റു രീതിയിൽ. ആമിയുടെ സംഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പല രീതിയിലുണ്ടായിരുന്നു. ഒന്ന് രാഷ്ട്രീയം ഉണ്ട് അതിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് മാധവിക്കുട്ടി കമലാസുരയ്യായി മാറിയല്ലോ, മതം മാറിയല്ലോ. ആ മതം മാറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പം മാധവിക്കുട്ടിയെ ഓരോരുത്തരും കമലാദാസിനെ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഓരോ രീതിയിലാണ്. അവർ കാണുന്ന മാധവിക്കുട്ടി ആവണമെന്നില്ല ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച മാധവിക്കുട്ടി. അതിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പിന്നെ സ്ത്രീകളൊക്കെ പലപ്പോഴും അവർ ധരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാധവിക്കുട്ടി അവരുടെ സ്വന്തമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം മാധവിക്കുട്ടി സിനിമയിൽ വരുന്നത്. അപ്പോൾ ഒരു പുരുഷനായി ഞാൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ബുദ്ധിജീവിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയല്ല മാധവിക്കുട്ടി, ഞങ്ങളുടെ മാധവിക്കുട്ടി ഇങ്ങനെയല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ മനസ്സിലുള്ള മാധവിക്കുട്ടി എൻ്റെ കഥ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ മാധവിക്കുട്ടിയാണ്. ഞാൻ ചെയ്തത് എൻ്റെ കഥയിലെ മാധവിക്കുട്ടിയല്ല, എൻ്റെ കഥ എഴുതിയ മാധവിക്കുട്ടിയാണ്. അവർക്ക് വേറൊരു ജീവിതമുണ്ട്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാലാപ്പാട്ട് അവർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ വളരെ സാധാരണയായ ഒരു സ്ത്രീയായിരുന്നു. ഗൃഹാതുരത്വമുള്ളൊരു സ്ത്രീയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു സ്ത്രീയായിരുന്നു. ബോൾഡായിട്ടുള്ള സ്ത്രീയായിട്ട് അവർ വേറെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർ മതം മാറാനായിട്ട് അവർ തീരുമാനിച്ചത് പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില ആൾക്കാർ പണം വാങ്ങിച്ചിട്ട് മതം മാറ്റിയാണെന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയാത്തതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പായം മാറ്റുന്ന പോലെയാണ്. ഒരാൾക്ക് കുറച്ച് നാൾ ഉപയോഗിച്ച കുപ്പായം മാറ്റി വേറൊരു കുപ്പായം ഇടുന്ന പോലെ തന്നെയാണ് ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറാന്നുള്ള അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർ മതത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെയാണ് മതം മാറിയത്. അവരുടെ കംഫർട്ടായിരിക്കാം ചിലപ്പോൾ മതം എന്തുകൊണ്ട് മതം മാറുന്നത്. അപ്പോൾ ആ സിനിമയിലും ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഒരു വിഭാഗത്തിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ന്യായീകരിക്കാനോ ഒന്നും ആ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതെന്ന് ഞാൻ അതിൽ ചെയ്തു. അപ്പോൾ ആ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ വിദ്യാബലം മാറാനപ്പോൾ എന്തായിരുന്നു? രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ മതം മാറിയ മാധവിക്കുട്ടിയെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഉള്ള സംഘപരിവാറുകാർക്ക് പേടിയാണ്. അതുണ്ടാക്കുന്ന അപ്പോൾ അത് വിദ്യാബാലനെ പോലെ ഒരു ആക്ട്രസ് ഹിന്ദിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ട്രസ് വന്നിട്ട് അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ബാധിക്കോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് അവസാന നിമിഷത്തിൽ വന്നു. ആരൊക്കെയോ അവരെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ബാക്കൗട്ട് ചെയ്തതാണ്. ഈ എടുത്ത റിസ്ക് സക്സസ് ആയി എന്ന് തോന്നുന്നു. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഞാൻ സക്സസ്ഫുൾ ആണെന്നുള്ളത് എനിക്ക് വിശ്വാസം. ഈ രണ്ട് സിനിമകൾ സെല്ലുലോയുടെ എല്ലാ നിലക്കും സക്സസ് ആയി, സാമ്പത്തികമായിട്ടും നന്നായിട്ട് വിജയിച്ച ഒരു സിനിമയാണ്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. ഞാനും എൻ്റെ സുഹൃത്തും ബൈത്ത് എന്ന് പറഞ്ഞ സുഹൃത്തും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഞങ്ങൾക്ക് ലാഭം കിട്ടിയ ഒരു സിനിമയാണ്.
അപ്പോൾ അങ്ങനെ ഒരു പീരീഡ് സിനിമ ചെയ്തിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു കോംപ്രമൈസും ചെയ്യാതെ സ്പെൻഡ് ചെയ്തുണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ അത് നമുക്ക് ലാഭം കിട്ടിയെന്നുള്ള സന്തോഷം. ആമി ഓഫ്കോഴ്സ് സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു, പ്രൊഡ്യൂസർക്ക് ലോസ് വന്നിട്ടുള്ളതാണ്. എനിക്ക് ആ കാര്യത്തിൽ പ്രൊഡ്യൂസറോടൊരു വിഷമമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തോട് ആ രീതിയിൽ നീതി കാണിച്ചില്ല. അല്ല, അതിനൊരു കാരണം ഇത്തരം എതിർപ്പുകൾ വന്നു, പിന്നെ വിദ്യാപാലം മാറി, അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന്. പിന്നെ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് അങ്ങനെ ഓടുന്ന ടൈപ്പ് കഥയല്ലാത്തതുകൊണ്ട് കൂടി ഉണ്ടാവുമായിരിക്കാം. ബയോപിക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. സെല്ലുലോയിഡ് എന്ന സിനിമയിൽ പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യാൻ എന്താ കാരണം? ഞാൻ ഈ സെല്ലുലോയിഡിൽ ജെസി ഡാനിലായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു മുഖം വേണമല്ലോ. അപ്പോൾ ജെസി ഡാനിൻ്റെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ 1-2 ഫോട്ടോഗ്രാഫ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കണ്ടു. അപ്പോൾ മലയാളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ജെസി ഡാനിലായിട്ട് പൃഥ്വിരാജിൻ്റെ മുഖം മനസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം, പ്രത്യേകിച്ചും അതിൽ പ്രായമായിട്ടുള്ള പോർഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ചെറുപ്പമല്ലേ പൃഥ്വിരാജ് ചെയ്യുമോ എന്നുള്ളൊരു സന്ദേഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുള്ളിയോട് സംസാരിച്ചു, പൃഥ്വിരാജിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രാജുവിന് ജയസിലാലിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ ജയസിലാലിന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത്രയൊക്കെ ജീവിതാനുഭവങ്ങളുള്ളൊരു മനുഷ്യനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 27 വയസ്സ് മുതലുള്ള ക്യാരക്ടറുണ്ട്, പിന്നെ പ്രായമാവുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പ്രായമായിട്ട് ഞാൻ ശരിയാവുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാവും, നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. പട്ടൺ റഷീദായിരുന്നു മേക്കപ്പ്. പട്ടൺ റഷീദും എസ് പി സതീഷായിരുന്നു കോസ്റ്റ്യൂം. ഞങ്ങൾ നേരത്തെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത്, ഈ പ്രോസ്തറ്റിക് മേക്കപ്പൊക്കെ ഉണ്ട്, അതിനുവേണ്ടി വിഗും കാര്യങ്ങളൊക്കെ റഷീദ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് പൃഥ്വിരാജിനെ എന്നെ ഓക്കെ ഞാൻ ജയസിലാലായിട്ടായിട്ട് നന്നാവും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടാണ്. അതിനുമുമ്പ് ചെയ്യാതെ പൃഥ്വിരാജ് പറഞ്ഞു, പക്ഷെ എന്നാലും ഏജുള്ള ക്യാരക്ടർ പറ്റും. അങ്ങനെ 2 സ്റ്റേജും നമ്മൾ മേക്കപ്പ് ചെയ്ത് നോക്കിയിട്ടാണ്. മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും വിശ്വാസമായി. കാരണം പൃഥ്വിരാജ്, പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അപ്പിയറൻസ് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് പൃഥ്വിരാജിലേക്ക് അത് എത്തുന്നത്. റിലീസിന് മുൻപ് ആശങ്കപ്പെടുത്തിയ സിനിമ ഉണ്ടോ? അയ്യോ, മിക്കവാറും എല്ലാ പടവും ആശങ്കയാണ്. റിലീസിന് മുമ്പ് ടെൻഷനാണ് എപ്പോഴും. കാരണം പ്രത്യേകിച്ചും നമ്മളൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സിനിമകൾ കൂടുതൽ ആശങ്കയുണ്ടാവും. ഓടുമോ, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആശങ്കയുള്ള കുറേ സിനിമകളുണ്ടായിരുന്നു. അതിൽ ഈവൻ ഓടിയിട്ടുള്ള പടങ്ങൾ വരെ ഉണ്ട്. ഇപ്പം നിറം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. ഓക്കെ, കുഞ്ചാക്കോ ബോബന് ശാലിനി എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടെന്നുള്ളത് മാത്രമാണ് എന്ത് നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ നല്ലതാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആദ്യത്തെ 1-2 ദിവസം റിലീസായിട്ട് കൂവലൊക്കെ ആയിരുന്നു തിയേറ്ററിൽ. പെട്ടെന്ന് ഈ ബെസ്റ്റി ഇടവിളിയും ഒക്കെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെണ്ണ് പയ്യനെ കയറി ഇട വിളിക്കുക, പയ്യൻ കുഞ്ചാക്കോ ബോബൻ ശാലിനി ഇടാന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് തവണയൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നത്തെ കുറേ ഓഡിയൻസിന്. പിന്നെ പല കാരണങ്ങളാലും തിയേറ്ററിൽ കൂവലുണ്ടായിരുന്നു. ആ കാലത്ത് അറിയാലോ, മലയാള സിനിമയുടെ ഒരു വലിയ ശാപമായിരുന്നല്ലോ തിയേറ്ററിൽ കൂവല്, അനാവശ്യമായ കൂവല്. അത് കൂവിക്കുന്നതാണോ ഇവരൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കാലത്ത് ആണ് ഈ സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസം ഭയങ്കര ടെൻഷനായി, ഇത് പോയി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കളക്ഷനും കൂടി, ലേഡീസ് കളക്ഷൻ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി, പടം ഹിറ്റായി. അങ്ങനെയുള്ള ആശങ്കകൾ എല്ലാ പടത്തിനും ഉണ്ടാവും, എല്ലാ പടത്തിനും ഉണ്ടായിട്ടുണ്ട്. ഓടിയ സിനിമകളിലുണ്ട്, ഓടാത്ത സിനിമകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നടന്ന സംഭവത്തെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള സിനിമ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരുമഴക്കാലത്തിൻ്റെ സംഭവം നടന്ന കാര്യമാണല്ലോ, അത് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ പറയുന്ന മാതിരി ഡയറക്റ്റായിട്ട് നടന്നിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളില്ല, പലതും നടന്നിട്ടുണ്ട്. ഈ പെരുമഴക്കാലം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം. അത് ചെയ്യുമ്പോൾ കമൽക്കാട് ഒരു ഫീൽ എന്തായിരിക്കും ആ വിഷ്വൽ ചെയ്യുമ്പോൾ? അല്ല, നമുക്ക് എനിക്കും ഭയങ്കര ഇമോഷണലായിട്ട്, കാരണം വെച്ചാൽ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ ചെയ്യണം എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ ചെയ്തു. കാരണം അതിൻ്റെ ഇമോഷൻ കുറക്കാനും പറ്റില്ല, അതുപോലത്തെ ഒരു പ്രതിസന്ധി കൂടി കടന്നു പോകല്ലേ. 2 സ്ത്രീ കഥാപാത്രങ്ങളാണോ? അതെ. ഇപ്പം നമുക്ക് ആ ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഫീൽ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുമ്പോൾ നന്നാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ നിർവികാരനായിട്ടിരുന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുമ്പോഴും അത് എഴുതി വായിക്കുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ അത്തരം ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്. മഴ ഒരു പ്രധാന കഥാപാത്രമായി വരുന്ന സിനിമയായിരുന്നു പെരുമഴക്കാലം. ഇപ്പോൾ മധുരോപരക്കാരിലൊരു ഫ്ലാഷ് ബാക്ക് മുഴുവൻ മഴയാണ്. ഇപ്പം മേഘമൽഹാറിലുണ്ട് മഴ. മഴ മിക്കവാറും കുറേ സിനിമകളുണ്ട്. പാട്ട് അഴകിരാവണയിലെ പാട്ട് മുഴുവൻ മഴയത്തല്ലേ. പ്രണയമണി തൂവിൽ കൊഴിയുമ്പോൾ മഴ ഫുൾ മഴയത്ത് ചിത്രീകരിച്ച പാട്ട്. എനിക്കോടെ മിക്കവാറും പടങ്ങളിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാത്ത പടങ്ങൾ വളരെ കുറവാണ്. ചിലപ്പോൾ ഒരു 4-5 പടങ്ങളുണ്ടാവും. മഴയോടൊരു പ്രത്യേക ഒരു നമ്മുടെയൊക്കെ മലയാളികളെ സംബന്ധിച്ചോളം മഴ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ മഴ. അപ്പോൾ നമ്മുടെ സിനിമകളിലും അത് കടന്നു വരും. പിന്നെ ഈ പറയുന്ന ഒരു പെരുമഴക്കാലം ചെയ്യുമ്പോൾ
മഴയാണ് അതിൻ്റെ ഒരു വിഷയം തന്നെ. പക്ഷെ ഇതിനകത്ത് പശ്ചാത്തല സംഗീതം ഒരു വലിയ ഘടകമാണ്. പശ്ചാത്തല സംഗീതത്തിനൊപ്പം തന്നെ ചില ഘട്ടങ്ങളിൽ സൈലൻസും സംഗീതമായി മാറാറുണ്ട്. അത്തരം ഘട്ടങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ പശ്ചാത്തല സംഗീതം ആവശ്യമുള്ളിടത്ത് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഔചിത്യം. അപ്പം ഞാനത് വളരെ ശ്രദ്ധിക്കുന്നതാണ്. കാരണം ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ മിക്സിങ്ങിൽ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് നോക്കും. മ്യൂസിക് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഫീലിംഗ്. അപ്പോൾ അങ്ങനെ പലതും ഇത് മ്യൂസിക് കട്ട് ചെയ്തിട്ട് ഇമോഷൻസ് മാത്രം വെച്ചിട്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളുണ്ട്. ഇപ്പോൾ മഴയുടെ സൗണ്ട് ആവാം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ശബ്ദം ഉണ്ടാവാം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ പല സിനിമകളിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പോർഷനിൽ മ്യൂസിക് ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത്തരം എഫക്ട്സ് മാത്രം ഉണ്ടാവും. പിന്നെ മ്യൂസിക് ഓപ്പൺ ചെയ്യും. അങ്ങനെയൊക്കെ പലയിടത്തും ചെയ്യാറുണ്ട്. സൈലൻസും സംഗീതമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ. എനിക്കത് സൈലൻസ് സിനിമയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പലപ്പോഴും. ഇപ്പം പല സിനിമകളിലും ത്രൂ ഔട്ട് മ്യൂസിക്കാണ്. ഭയങ്കരമായിട്ട് മ്യൂസിക് ഓവർഡൂ ചെയ്തതായിട്ടാണ് പല സിനിമകൾ കാണുന്നത് തോന്നുന്നത്. ഇന്നത്തെ സിനിമാ മേഖലയിലെ കൂട്ടായ്മയും പുതിയ കാലത്തെ വിവാദങ്ങളെയും എങ്ങനെയാണ് നോക്കിയിരുന്നത്? വിവാദം എന്ന ഉദ്ദേശം എന്താണ്? ഓരോ സമയത്ത് ഓരോ വിവാദങ്ങളല്ലേ. വിവാദമില്ലാതെ ഇപ്പൊ കടന്നു പോകുന്ന കാലത്ത് സിനിമയിൽ മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിലും ഡെയിലി വിവാദങ്ങളല്ലേ. സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ വിവാദം. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വിവാദങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, ജീവിക്കാൻ പറ്റില്ല. മനുഷ്യർക്ക്, സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, പിന്നെയാണോ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വിവാദം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചോളം ഈ അടുത്ത കാലത്ത് അനഭിലഷണീയമായ കുറേ കാര്യങ്ങളുണ്ടായി. അതുമാത്രമാണ് അതിൻ്റെ അകത്ത് വേദനിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്കറിയാലോ. അത് ഓരോ തരത്തിൽ പല രീതിയിലും പലരെയും ബാധിച്ചിട്ടുണ്ടല്ലോ. ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് അല്ലെങ്കിൽ പോലും നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. പലയിടത്തും നമുക്ക് സ്വന്തമായ അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ, പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിലും ചിത്രീകരിക്കപ്പെടും. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക. ഇടക്കാലത്ത് ഞാൻ അനാവശ്യമായിട്ടൊക്കെ ഇടപെടുമായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ വിവാദങ്ങളിലേക്ക് ചാടി കൊടുത്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും. രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാം രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല, കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറുമില്ല. പക്ഷെ അല്ലാണ്ട് സിനിമയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്ന് തോന്നി. ഇപ്പം ഞാനതുകൊണ്ട് തന്നെ സംഘടനകളിലൊന്നും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല. അറിയാലോ, ഫെഫ്കയിലൊക്കെ നമ്മളതിൻ്റെ തുടക്കകാലം മുതലേ ഭാരവാഹിയൊക്കെ ആയിട്ട് ഒരുപാട് തവണ ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പം അങ്ങനെ ഭാരവാഹിത്വമൊന്നുമില്ല. പക്ഷേ ഞാൻ ഫെഫ്കയിലെ അംഗമാണ്. ഫെഫ്കയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ സഹകരിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സംഘടനകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനോടൊന്നും ഒരു അഭിപ്രായം പറയാനോ അതിൻ്റെ ഭാഗമാകാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ കലാകാരന് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു? ഒരിക്കലും ഇല്ല. കാരണം കലാകാരൻ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം ഉണ്ടെങ്കിലേ കലാകാരനാവുള്ളൂ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, RSSകാരൻ, അല്ല BJPക്കാരനാണ്. അതല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പുരോഗമനമായിട്ട് ചിന്തിക്കുക, പുരോഗമനപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. നിലപാടുകൾ ഇപ്പോൾ ഒരു പഴയ കാലങ്ങളെ, പഴയ കാര്യങ്ങളെ, നമ്മളിപ്പോൾ ഒരു സവർണ മേധാവിത്വത്തെ ഒരാൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മ്ലേച്ഛമായ രാഷ്ട്രീയമല്ല. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാരോട് നമുക്കുള്ള വിയോജിപ്പ് അതാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഒരു സിനിമാ താരമുണ്ടല്ലോ, മന്ത്രിയായിട്ടുള്ള സിനിമാ താരം, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, പ്രജ എന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ എനിക്കൊരു വിഷമില്ല. ഇപ്പോൾ വോട്ട് ചെയ്ത പൗരന്മാരോട് പൗരന്മാരോട് പ്രജ എന്ന് വിളിക്കുന്നതിനോട് നമുക്കെങ്ങനെ യോജിക്കാൻ പറ്റില്ല? സാമൂഹ്യമായിട്ട് നമുക്കതിനെ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ എതിർക്കും. അപ്പോൾ അതിനിപ്പോൾ ഈ രാഷ്ട്രീയമല്ല വേറെ രാഷ്ട്രീയമുള്ള ഒരാൾ പറഞ്ഞാലും നമ്മൾ എതിർക്കും. മനസ്സിലായില്ല? അതാണ് പറഞ്ഞ പുരോഗമനപരമായിട്ടുള്ള ചിന്തകളിൽ നമുക്ക് വേണം. അവിടെയാണ് ശരി എന്നുള്ളൊരു രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. ശരി എന്ന് പറയുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമുള്ള, ഉദാഹരണത്തിന് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കഥകളോ അല്ലെങ്കിൽ അത്തരം ഡയലോഗ്സിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. എൻ്റെ സിനിമയിൽ മിക്കവാറും അത് ഞാൻ ഒഴിവാക്കാറുണ്ട്, ശ്രമിക്കാറ്. അതുപോലെ തന്നെ ഈ പറയുന്ന സവർണ ബിംബങ്ങളെയൊക്കെ സിനിമയിൽ അവതരിപ്പിക്കുക, ഈ മാടമ്പി ഇത്തരം അല്ലെങ്കിൽ തമ്പുരാൻ സിനിമകൾ, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ട് അത് യോജിച്ച് നിൽക്കുന്നില്ല.
അപ്പോൾ ഞാൻ അതിനോട് അകലം പാലിക്കാറുണ്ട്. എൻ്റെ സിനിമയിൽ നിന്ന് കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രമിക്കും. അത്തരം രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ ഞാൻ പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. ആശയപരമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് വലതുപക്ഷത്തായാലും ഇടതുപക്ഷത്തായാലും ഏത് നിലപാടായാലും ശരി, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അതാണ് പലപ്പോഴും സിനിമാക്കാർക്ക് ഇല്ലാതെ പോകുന്നതാണ്. ചില ആൾക്കാരെ കുറച്ച് നിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഉണ്ടാവാന്നുള്ളതാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അപ്പോഴത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് ചിലത് നഷ്ടപ്പെട്ടാലും നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നിടത്താണല്ലോ, അതാണ് രാഷ്ട്രീയം. അത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങളുടെ തലമുറയെക്കാളും കൂടുതൽ അതിനകത്ത് കോൺഷ്യസ് ആണ് പുതിയ തലമുറയിലെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ഉണ്ട് അവർ. അതുകൊണ്ട് അവരുടെ സിനിമകളിൽ അത് കാണാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങളിൽ അത് കാണാറുണ്ട്. അതുകൊണ്ട് ഈ പുതിയ തലമുറയോട് എനിക്ക് അക്കാര്യത്തിൽ വലിയ ബഹുമാനമാണ്.